ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ വരികയാണ്. ശബരിമല യുവതീ പ്രവേശത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ പുതിയൊരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. യുവതികളെ പ്രവേശിപ്പിക്കാൻ തന്നെയും ADGP ശ്രീജിത്തിനെയും ബോധപൂർവ്വം മാറ്റി നിർത്തിയെന്നാണ് അടുത്ത സുഹൃത്തുക്കളോട് ഈ പത്മകുമാർ പറയുന്നത്. ഇതിന് ചരട് വലിച്ചത് പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലും സ്വാധീനമുള്ള ഒരു ഉന്നതനാണെന്നും പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. CPIM നടപടിയെടുക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ആത്മകഥ എഴുതാൻ പത്മകുമാർ ഒരുങ്ങുന്നുവെന്ന വാർത്തയും ഈ CPM വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തത്സമയം ചേരുന്നു. ഷിജോ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പത്മകുമാർ ആത്മകഥ എഴുതുമോ? വെരി ഗുഡ് മോർണിംഗ്. പത്മകുമാർ ആത്മകഥ എഴുതുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ആ ആത്മകഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം അങ്ങേയറ്റം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് പത്മകുമാർ തന്റെ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആത്മകഥയിൽ പല കാര്യങ്ങളും താൻ തുറന്ന് എഴുതും എന്നുള്ള കാര്യങ്ങൾ പത്മകുമാർ ഇതിനോടകം തന്നെ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു കാര്യമാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്റെ ആത്മകഥയിൽ പറയും എന്നുള്ള കാര്യമാണ് പത്മകുമാർ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിച്ച ദിവസം തന്നെയും അന്നത്തെ ADGP ശ്രീജിത്തിനെയും തിരുവനന്തപുരത്തേക്ക് സർക്കാരിന്റെ ഭരണതലപ്പത്തുണ്ടായിരുന്ന ആളുകൾ വിളിച്ചു വരുത്തുകയായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. അതുപോലെ തന്നെ ADGP ശ്രീജിത്തിനെ DGP ആണ് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുക. അങ്ങനെ ബോധപൂർവ്വം തങ്ങളെ ഈ യുവതി പ്രവേശന സമയത്ത് സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തി. അങ്ങനെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തി. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിരുന്നപ്പോൾ TV-യിലൂടെയാണ് ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച കാര്യം അറിഞ്ഞതെന്നും പത്മകുമാർ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് താൻ ആത്മകഥയിലൂടെ പറയും എന്നുള്ള കാര്യങ്ങൾ കൂടി പത്മകുമാർ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എടുത്തു കാണേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 103 ദിവസമാണ് പത്മകുമാർ ജയിലിൽ കിടന്നത്. ആ ജയിലിൽ കിടന്നതിന് പിന്നാലെ തന്നെ പത്മകുമാറിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ആദ്യഘട്ടത്തിൽ CPM ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുഴുവൻ കമ്മിറ്റികളും പൂർത്തിയായതിന് പിന്നാലെ പത്മകുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നുള്ള ഒരു വിവരം സംസ്ഥാന നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വന്നതാണ്. അതിന് ജില്ലാ കമ്മിറ്റിയെ CPM നേതൃത്വം ചുമതലപ്പെടുത്തുകയും ചെയ്തു. നാളെയാണ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത്. നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും പത്മകുമാറിനെതിരെ കടുത്ത നടപടി തന്നെ ജില്ലാ കമ്മിറ്റി ഒരുപക്ഷെ എടുത്തേക്കാം. ആ നടപടിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണോ ഇത്തരത്തിൽ പത്മകുമാർ സുഹൃത്തുക്കളോട് പറയുന്നത് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തനിക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടായേക്കാം എന്നുള്ള വിലയിരുത്തൽ കൂടി CPM നേതൃത്വത്തിനിടയിലുണ്ട്. എന്തായാലും ജില്ലാ കമ്മിറ്റി കടുത്ത നടപടി സ്വീകരിച്ചാൽ തന്നെ അത് സംസ്ഥാന കമ്മിറ്റിക്ക് തിരുത്താനുള്ള അധികാരമുണ്ട്. സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ആകാംക്ഷ. നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ പത്മകുമാറിനെതിരെ ജില്ലാ കമ്മിറ്റി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതിന് നാളെ വരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ നടപടി എടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിനിടയിലാണ് ശബരിമല യുവതീ പ്രവേശനവും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളിൽ പത്മകുമാർ തന്റെ സുഹൃത്തുക്കളോട് തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ളത്. അത് മാത്രവുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകളിൽ ചെമ്പ് പാളികൾ എന്ന് എഴുതിയിരിക്കുന്നത് മറ്റാരോ ആണ്. അതിൽ താൻ ഒപ്പിടുക മാത്രമാണ്, തന്നെ ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രം താൻ ഒപ്പിടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ കൂടി പത്മകുമാർ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ വരും ദിവസങ്ങളിൽ പത്മകുമാറിന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ജില്ലാ നേതൃത്വം എന്ത് നിലപാട് അല്ലെങ്കിൽ എന്ത് നടപടി പത്മകുമാറിനെതിരെ സ്വീകരിക്കും എന്നുള്ളതുകൂടി ആശ്രയിച്ചായിരിക്കും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരിക. ഷിജോ കുര്യൻ, ഇപ്പോൾ ചെമ്പെന്ന് ആരോ എഴുതി വെച്ചു, അതിന്റെ താഴെ എന്നെ ഒപ്പിടാൻ നിർബന്ധിച്ചു, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഷിജോ കുര്യൻ? മാത്രമല്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വന്നാൽ കൂടുതൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തി പാർട്ടിയെ അമ്പരപ്പിലാക്കും എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ചില സോഴ്സുകൾ നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? അതായത് ഇതിനകത്ത് ഈ രേഖകളിൽ ചെമ്പ് പാളികൾ എന്ന് എഴുതിയത് മറ്റാരോ ആണ്, താനല്ല. താൻ അതിൽ ഒപ്പിടാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എഴുതിയ കൈപ്പട ആരുടേതാണ് എന്ന് പരിശോധിക്കപ്പെടണം എന്നുള്ള ആവശ്യം കൂടി അന്ന് SIT-യോട് പത്മകുമാർ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ആ കൈപ്പട ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. താൻ എഴുതി ഒപ്പിട്ടതല്ല, താൻ ഒപ്പിടാൻ നിർബന്ധിതനായതാണ്. ചില കേന്ദ്രങ്ങളിൽ നിന്ന്, ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തനിക്ക് സമ്മർദ്ദമുണ്ടായി. ആ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് താൻ അതിൽ ഒപ്പിടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ പത്മകുമാർ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളത്. അക്കാര്യങ്ങൾ ഈ പറയുന്ന ആത്മകഥയിലടക്കം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ കൂടി പത്മകുമാർ പറയുന്നുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിനു മുമ്പ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടന്ന ഓരോ ദിവസവും അതാത് കാര്യങ്ങൾ തന്റെ ഡയറിയിൽ കൃത്യമായിട്ട് താൻ എഴുതി വെച്ചിട്ടുണ്ട്. ജയിലിൽ പോകുന്നതിന് മുൻപ് വരെയുള്ള കാര്യങ്ങൾ തന്റെ ഡയറിയിൽ കൃത്യമായിട്ടുണ്ട്. അതിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് താൻ പറയും എന്നുള്ള കാര്യമാണ് പത്മകുമാർ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ
പോലെ ഇതാരെങ്കിലും ഒക്കെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് വലിയ തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ട്. ആരും എഴുതി കൊടുക്കുന്നതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ഒരാൾ എങ്ങനെ ഒപ്പിടുമെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പക്ഷേ ഇതാരെങ്കിലും സമ്മർദ്ദത്തിലാക്കി എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പത്മകുമാറിന്റെ ശ്രമമാണോ എന്നുള്ള ഒരു വ്യാഖ്യാനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പത്മകുമാറിനെതിരെ പാർട്ടി നേതൃത്വം നടപടിയെടുത്തതിനു ശേഷം മാത്രമേ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ എന്തായാലും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും താൻ പൂർണ്ണമായിട്ടും നിരപരാധിയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തോ അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലോ ഒരു തരത്തിലുമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് താൻ അടിമപ്പെട്ടിട്ടില്ല. തനിക്കെതിരെ പിന്നെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ചോദ്യം കൂടി പത്മകുമാർ ഇതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നിലവിൽ എന്തായാലും പാർട്ടിയുടെ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട ചുമതലകളിൽ നിന്നും പരിപാടികളിൽ നിന്നും പത്മകുമാറിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിന് കടുത്ത നടപടിയിലേക്ക്, ഒരു തരം താഴ്ത്തലിലേക്കോ അതല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കടുത്ത നടപടിയിലേക്കോ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പത്മകുമാർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കാം. അതിന്റെ സൂചനയായിട്ട് വേണം നിലവിൽ ഇപ്പോൾ ഈ പുറത്തു വന്ന വിവരങ്ങളെ കാണാനായിട്ട്. പത്മകുമാർ ഇത് തന്റെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ജയിലിൽ കിടന്ന് ജാമ്യം കിട്ടി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനടക്കം പത്മകുമാറിന് കടുത്ത നിബന്ധനകളുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാർ ഒരു തുറന്ന് പറച്ചിലിന് തയ്യാറാകാത്തത്. പക്ഷേ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ച വിവരം. അതിൽ നിന്ന് ക്രോഡീകരിച്ച ചില വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്താണ് ശബരിമല യുവതീ പ്രവേശനം, അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളടക്കം പത്മകുമാർ സുഹൃത്തുക്കളോട് തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് പാർട്ടിയുടെ നടപടി വന്നതിന് ശേഷമായിരിക്കാം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക. ഓക്കെ, താങ്ക് യു ഷിജോ കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.